ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലൊരു രസം ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറിന് ഇത് മാത്രം മതി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 10-12 അല്ലി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലൊന്നും അരയ്ക്കേണ്ടത്, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയം നല്ല പഴുത്ത 2 തക്കാളി അന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു പോകണ്ട. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ രസം റെഡി.